അമേരിക്കയുടെ വ്യാപാര നയങ്ങളിൽ വലിയൊരു മാറ്റത്തിന് തുടക്കമിട്ട ട്രംപ് ഭരണകൂടത്തിന്റെ താരിഫ് ഭരണകൂടം ഇപ്പോൾ നിയമപരമായി തകർച്ചയുടെ വക്കിലാണ്. ഒരു ഫെഡറൽ അപ്പീൽ കോടതിയുടെ സുപ്രധാന വിധി ട്രംപ് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങൾക്കെതിരെ ചുമത്തിയ താരിഫുകൾക്ക് നിയമപരമായി സാധുതയില്ലെന്ന് കണ്ടെത്തിയതോടെയാണ് ഈ പ്രതിസന്ധിക്ക് ആരംഭം കുറിച്ചത്. ഈ വിധി അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ ആഗോള വ്യാപാര ബന്ധങ്ങളെയും ഒരുപോലെ ബാധിച്ചേക്കാവുന്ന ഒരു നിർണായക നിമിഷമായി കണക്കാക്കപ്പെടുന്നു. താരിഫുകളുടെ നിയമപരമായ അടിത്തറ തകരുകയും ചെയ്യുന്നു. IEPA നിയമത്തിന്റെ ദുരുപയോഗം ട്രംപിന്റെ താരിഫ് നയങ്ങൾക്ക് നിയമപരമായ അടിത്തറ നൽകിയിരുന്നത് അന്താരാഷ്ട്ര അടിയന്തര സാമ്പത്തിക അധികാര നിയമം, അതായത് ഇന്റർനാഷണൽ എമർജൻസി എക്കണോമിക് പവർ ആക്ട് ആയിരുന്നു. ഒരു രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടാക്കുമ്പോൾ വ്യാപാര നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ പ്രസിഡന്റിന് ഈ നിയമം അധികാരം നൽകുന്നുണ്ട്. ഈ നിയമം ഉപയോഗിച്ച് ട്രംപ് ചൈന, യൂറോപ്യൻ യൂണിയൻ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾക്കെതിരെ വ്യാപകമായി ഇറക്കുമതി തീരുവകൾ ചുമത്തി. എന്നാൽ ട്രംപിന്റെ ഈ നടപടികൾ നിയമവിരുദ്ധമാണെന്ന് ഒരു ഫെഡറൽ അപ്പീൽ കോടതി 7/4 വിധിയിൽ പ്രഖ്യാപിച്ചു. കോടതിയുടെ പ്രധാന വാദങ്ങളും നിരവധിയാണ്. ഈ നിയമം അടിയന്തര സാഹചര്യങ്ങളിൽ സാമ്പത്തിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ പ്രസിഡന്റിന് അധികാരം നൽകുന്നുണ്ടെങ്കിലും അത് നികുതിക്ക് തുല്യമായി താരിഫുകൾ ചുമത്തുന്നതിനുള്ള അധികാരം നൽകുന്നില്ലെന്ന് കോടതി വ്യക്തമാക്കി. താരിഫുകൾ നിശ്ചയിക്കാനുള്ള അധികാരം അമേരിക്കൻ ഭരണഘടന കോൺഗ്രസിന് മാത്രമായി നൽകുന്നുണ്ടെന്നും കോടതി ഊന്നി പറഞ്ഞു. വൈറ്റ് ഹൌസിന്റെ എല്ലാ താരിഫ് നടപടികളും നിയമപരമായ അധികാര പരിധിക്ക് പുറത്താണെന്നും കോടതി പറഞ്ഞു. ഒരു പ്രസിഡന്റും കോൺഗ്രസിന്റെ അംഗീകാരമില്ലാതെ ഇത്രയും വലിയ അധികാരം മുൻപ് പ്രയോഗിച്ചിട്ടില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. 5 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് റിച്ചാർഡ് നിക്സൺ സമാനമായൊരു നീക്കം നടത്തിയെങ്കിലും കോൺഗ്രസ് ഉടൻ തന്നെ അത് റദ്ദാക്കുകയായിരുന്നു.